നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബെൻഫിക്കയും റയൽ മാഡ്രിഡും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുന്ന മട്ടാണ്. റയൽ മാഡ്രിഡ് വിനി ജൂനിയറെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും, അതായത് ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നതിൽ അവർ ചെയ്തിട്ടുണ്ട്. അതായത് യുഎഫക്ക് എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ റയൽ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ബെൻഫിക്ക ആവട്ടെ തങ്ങളുടെ താരം പറഞ്ഞത് 100% വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജിയാലൂക്ക പ്രസ്റ്റിയാനിയെയും സപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ മറ്റു വിഷയങ്ങളും ഉണ്ടായി. അതായത് ആ കളി കഴിഞ്ഞിട്ട് റയലിൻ്റെ ഒരു സ്റ്റാഫ്, ഒരു ഡെലിഗേഷനിലുള്ള ഒരാളുമായിട്ട് റൂയി കോസ്റ്റ, ബെൻഫിക്കയുടെ പ്രസിഡന്റ്, ഉടക്കുകയുണ്ടായി. അങ്ങനെയുള്ള വിഷയങ്ങൾ ഡ്രസ്സിംഗ് റൂമിനടുത്തൊക്കെ വെച്ച് ഉണ്ടായി എന്ന് വാർത്തകൾ വന്നു. ബെൻഫിക്ക അത് നിഷേധിക്കുന്ന തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല, അതുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സ്പാനിഷ് മാധ്യമങ്ങൾ അതിൻ്റെ വീഡിയോ അടക്കം പുറത്തുവിട്ടു. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ അവിടെ തുടരുന്നതിന് പിന്നാലെ ഇപ്പോഴിതാ റയലിൻ്റെ മറ്റൊരു സൂപ്പർ താരത്തിനെതിരെ യുഎഫക്ക് അവർ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, ഫെഡെ വാൽവർദയ്ക്കെതിരെയാണ് ഇപ്പോൾ യുഎഫക്ക് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. സാമുവൽ ദഹലുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ഡ്യുവലിനെതിരെയാണ്. എന്ന് പറഞ്ഞാൽ റെക്ലെസ് ആയിട്ടുള്ള ഡ്യുവലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യുഎഫക്ക് ഇപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിലും ആ കളി കഴിഞ്ഞിട്ട് ഓസെ മൊറീഞ്ഞോ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, എനിക്ക് റെഡ് കാർഡ് കിട്ടിയത് റഫറിയുടെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് പേര് റയലിൻ്റെ ചില താരങ്ങൾ ഇന്ന ആളുകൾക്ക് കാർഡ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഉണ്ടായിരുന്നത്, അവർക്ക് കാർഡ് കൊടുത്താൽ സസ്പെൻഡഡ് ആയി പോകും എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അന്ന് ആ റെഡ് കാർഡ് കിട്ടിയപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണിത്. റയലിലെ ചില താരങ്ങൾക്ക് യെല്ലോ കാർഡെങ്കിലും അവർ അർഹിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ പലരും സസ്പെൻഡഡ് ആവും. അപ്പോൾ കാരണം ഓൾറെഡി അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ് വെച്ച് എന്നാണ് ബെൻഫിക്ക വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെഡെ വാൽവർദേക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കണം. അത് ഇപ്പോൾ കാർഡ് എന്തായാലും കൊടുത്തിട്ടില്ല, അപ്പോൾ മറ്റ് സസ്പെൻഷനോ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വാൽവർദേക്കെതിരെ ഇപ്പോൾ ബെൻഫിക്ക കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഓൾറെഡി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടാതെയാണ് ഇത്തരത്തിലൊരു നീക്കം. പിന്നെ മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുള്ളത്, ജിയാലൂക്ക പ്രസ്റ്റിയാനി എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ സാന്റിയാഗോ ബെർണാബോയിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ രണ്ടാം ലെഗ് മത്സരം കളിക്കാൻ ബെർണാബോയിൽ എത്തിയിരിക്കും എന്ന് ഉറച്ച ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. താരത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളടക്കം ഇപ്പോൾ ലിസ്ബണിൽ എത്തിയിട്ടുണ്ട് എന്നുകൂടി വാർത്തകളിലുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.